പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ ഇന്നലെ രാത്രി മുതൽ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നാണ് താലിബാൻ അവകാശവാദം. അഫ്ഗാൻ ആക്രമണം സ്ഥിരീകരിച്ച പാക് സൈന്യം തിരിച്ചടിച്ചതായും അറിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച പാക് സൈന്യം അഫ്ഗാനിലെ കാബൂളിൽ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അഫ്ഗാൻ തിരിച്ചടിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാഷ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ആശങ്കയാണ് ഇരു രാജ്യങ്ങളുടെയും ഏറ്റുമുട്ടൽ. എന്താണ് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? അത് വളരെ നിർണായകമാണല്ലോ ഈ വിഷയത്തിൽ. അനുശ്രീ, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് അഫ്ഗാന് കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള രീതി തന്നെയായിരിക്കും. എന്നാൽ ഇവിടെ ഉണ്ടായ സംഭവങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് താലിബാനും അതുപോലെ പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകളൊക്കെ നടന്നിരുന്നു. അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വ്യാഴാഴ്ച കാബൂളിൽ തെഹ്രീക്ക് ഇ താലിബാൻ നേതാവ് നൂർ വാലി മെഹ്സൂദിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു ആക്രമണം നടന്നത്. ആ ആക്രമണത്തിൽ നൂർ വാലി മസൂദ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. പക്ഷേ താലിബാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയോ എന്നുള്ള ചോദ്യത്തിന് പാകിസ്ഥാൻ നടത്തിയെന്നോ നടത്തിയില്ല എന്നോ പറയുന്നില്ല. അതായത് അവർ ഭാഗികമായി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, പാകിസ്ഥാൻ തന്നെയാണ് ഈ കാബൂളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പാകിസ്ഥാൻ പറയാതെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും പാകിസ്ഥാനുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഭീകരവാദത്തിന് ഉപയോഗിക്കാൻ താലിബാൻ ഭീകരവാദത്തിന് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ചോദ്യത്തിന് പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ മറുപടി കൊടുത്തത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ ആ കാബൂളിലുണ്ടായ ആക്രമണത്തിന് തിരിച്ചടിയെന്നോണം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ, കുറാം ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട ബോർഡറുകളിൽ ഇന്നലെ രാത്രി താലിബാന്റെ നേതൃത്വത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും പാകിസ്ഥാന്റെ 2 ബോർഡർ പോസ്റ്റുകളെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് 12ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അതിന് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഒരു തരത്തിലും പാകിസ്ഥാന്റെ നേരെയുള്ള ആക്രമണങ്ങൾ വച്ചു പൊറുപ്പിക്കില്ല, അത് തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. അതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും ആക്രമണങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ആണവ രാജ്യമാണ്. അവർക്ക് അഫ്ഗാനിസ്ഥാൻ ഒരുപക്ഷെ അല്ലെങ്കിൽ താലിബാൻ ഒരുപക്ഷെ ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു നേരിട്ട് പോരാടി ജയിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യത്തിലൊക്കെ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയ ഒരു മിലിറ്ററി ശക്തി തന്നെയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഭീകരപ്രവർത്തനങ്ങളാണ്, താലിബാനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഭീകരപ്രവർത്തനങ്ങളാണുള്ളത്. അവർക്ക് ചാവേർ ആക്രമണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒന്നും നോക്കുന്നില്ല. ISIS-ന്റെ പാകിസ്ഥാനിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ISIS-ന്റെ പോസ്റ്റുകളെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്, അവിടെ മാത്രമാണ് ആക്രമിച്ചത് എന്നാണ്. എന്നാൽ പാകിസ്ഥാന്റെ ആരോപണം ഇവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്നത്. പാകിസ്ഥാന് നേരെ കടുത്ത ആക്രമണം നടത്തി, എന്നാൽ അതിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. അനുശ്രീ, അഭിലാഷി, പാകിസ്ഥാനും താലിബാനും എന്ന് പറയുന്ന ഏതാണ്ട് ഒരേ ദിശയിൽ പോയിരുന്ന 2 കൂട്ടരാണ്. ഇവർക്കിടയിൽ ഇപ്പോൾ രൂക്ഷമാകുന്ന ഈ സംഘർഷം അത് ഏതെല്ലാം വിധത്തിലാണ് പ്രതിഫലനം ഉണ്ടാക്കുക എന്നത് വലിയൊരു ചോദ്യമാണ്. ചൈന ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം അറിയിച്ചിട്ടുണ്ടോ? അനുശ്രീ, ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതിൽ ഇതിൽ ഇന്ത്യയാണ് പാകിസ്ഥാൻ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഫ്ഗാന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അദ്ദേഹം ഇന്ത്യയിലുണ്ട്. ഈ ഒരു സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനു പിന്നിൽ, അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ വളർത്തുന്നത് ഇന്ത്യയാണെന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഇക്കാര്യത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ചൈനയും അമേരിക്കയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതിൽ ഇരു രാജ്യങ്ങളുടെയും നിലപാട് വളരെ നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എന്തായാലും ഉണ്ടാവില്ല. ഒരു പക്ഷേ ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിലപാട് പോലും ഇന്ത്യ എടുക്കാൻ സാധ്യതയില്ല. കാരണം പാകിസ്ഥാൻ വലിയ രീതിയിൽ ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയിലടക്കം നടത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ
അവിടെയുള്ള ഹൈഡൌട്ടുകൾ ISIS അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദികളുടെ ഹൈഡൌട്ടുകൾ തകർക്കപ്പെടുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നിലപാട് ഒരു തരത്തിലും എടുക്കില്ല. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദങ്ങളെയും ഇന്ത്യ അംഗീകരിക്കില്ല. എന്നാൽ അഫ്ഗാൻ മിലിറ്ററി പാകിസ്ഥാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇന്ത്യ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുക. അതേസമയം തന്നെ ചൈനയും അമേരിക്കയും എടുക്കുന്ന നിലപാട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം ഈ അമേരിക്കയും ചൈനയും ഒരുപോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരുപക്ഷെ ഈ കഴിഞ്ഞ നാളുകളിലാണ് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെയും ചൈനയുടെയും നിലപാട് പാകിസ്ഥാന് ഏറ്റവും നിർണായകമാണ്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ ശക്തമായ ഒരു ആക്രമണമാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ തിരിച്ചടിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സംഘർഷം അത് കൂടുതൽ കനക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം പാകിസ്ഥാൻ ഒരു തരത്തിലും ഇത്തരത്തിൽ ഇങ്ങനൊരു അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണത്തെ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവക്കേഷനും ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാന്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ താലിബാനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമാണ്. താലിബാന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഭീകരവാദി എന്ന് മുദ്ര കുത്തിയിരിക്കുന്ന ഒരാളാണ് ഈ നൂർ വാലി മസൂദ് എന്ന് പറയുന്നത്. അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അത് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലടക്കം വലിയ രീതിയിൽ ആക്രമണങ്ങളും ആ മേഖലയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ. അപ്പോൾ അതിൻ്റെ മാതൃ സംഘടനയാണ് തെഹ്രീക്ക് ഇ താലിബാൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇപ്പോൾ വധിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതും വധിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ബോർഡർ പോസ്റ്റുകളെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നടത്തിയിരിക്കുന്നത്. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.